മോഷണം പോലീസിന്റെ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. 250 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. 35 ലോഡ്ജുകളും പരിശോധന നടത്തിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തതിനെതിരെ പോലീസിന് നേരെ വിമർശനമുയർന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കളവ് നടന്ന അന്നു മുതൽ പോലീസ് ഉദ്യോഗസ്ഥർ CCTV ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിനാണ് മുൻഗണന നൽകിയത്. ഈ ഒരു അന്വേഷണമാണ് പ്രതിയെ പിടികൂടാൻ ഏറെ സഹായിച്ചത്. കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് 250 പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. 35 ലോഡ്ജുകളിൽ പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ച ശേഷം മിനിഞ്ഞാന്ന് ചോദ്യം ചെയ്യാൻ ലിജീഷിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ലിജീഷിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. വിരലടയാളങ്ങൾ ശേഖരിച്ചപ്പോൾ കീച്ചേരിയിലെ പ്രതിയുടെ വിരലടയാളവുമായി സാമ്യം കണ്ടെത്തി. തെളിവുകൾ ഒന്നൊന്നായി നിരത്തിയതോടെ ഇന്നലെ വൈകുന്നേരം 7 മണിയോടെ പ്രതി കുറ്റസമ്മതം നടത്തിയെന്നും പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെ തന്നെ പ്രതിയുടെ വീട്ടിൽ നിന്ന് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തു. 1.21 കോടി രൂപയും 267 പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത്. സഞ്ചിയിലാക്കിയാണ് മോഷണ വസ്തുക്കൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്. ഇതേ സഞ്ചിയിൽ തന്നെയായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. കീച്ചേരിയിലെ മോഷണ കേസിലും ലിജീഷ് പ്രതിയാണ്. മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ്. പണവും സ്വർണവും ഉണ്ടെന്നറിഞ്ഞാണ് വീട്ടിൽ കയറിയത്. വീട്ടുകാരുമായി മോഷ്ടാവിന് വലിയ അടുപ്പമില്ല. ആദ്യ ദിവസം 40 മിനിറ്റ് കൊണ്ട് മോഷണം നടത്തി. മാസ്ക് ധരിച്ചാണ് മോഷണത്തിനെത്തിയിരുന്നത്. മോഷണം നടന്ന ശേഷം വീട്ടിലെത്തി മാസ്കും വസ്ത്രവും കത്തിച്ചു കളഞ്ഞു. നഷ്ടമായ സ്വർണവും പണവും അതേ അളവിൽ തിരിച്ചു കിട്ടിയോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധന നടത്തേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. മോഷണം കഴിഞ്ഞ ശേഷം കവർച്ച നടത്താൻ ഉപയോഗിച്ച ഉടി തിരിച്ചെടുക്കാൻ വന്നിരുന്നുവെങ്കിലും കിട്ടിയിരുന്നില്ല. ഇത്തരത്തിൽ തിരിച്ചുവരുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. ഇത് പിന്നീട് പോലീസിന് സ്ഥലത്ത് നിന്ന് കിട്ടിയിരുന്നു. മോഷണശേഷം പ്രതി വീട്ടിലേക്കാണ് പോയത്. അഷ്റഫിന്റെ വീടിന് പിന്നിലാണ് ലിജീഷിന്റെ വീട്. ഡോഗ് സ്ക്വാഡ് റെയിൽവേ ട്രാക്കിലൂടെ പോയി ലിജീഷിന്റെ വീടിന് സമീപം എത്തിയിരുന്നു. മോഷണം നടന്ന സമയത്തോ മറ്റോ പ്രതി റെയിൽവേ ട്രാക്ക് വഴി പോയി കാണുമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത 1.21 കോടിയുടെ നോട്ടുകളും 267 പവന്റെ സ്വർണ്ണാഭരണങ്ങളും ചുവന്ന വലിയ സൂട്ട് കേസിലാണ് പോലീസ് കൊണ്ടുവന്നത്. പ്രതിയെയും മോഷണം മുതലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് പ്രദർശിപ്പിച്ചു. FIR രജിസ്റ്റർ ചെയ്തിട്ട് സീൻ ഗാർഡ് വെച്ചു. പിറ്റേ ദിവസം ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട്, ഡോഗ് സ്ക്വാഡ് അടക്കം ഒരു പ്രത്യേകം അന്വേഷണം ടീം സീൻ പരിശോധിച്ചു. ACP കണ്ണൂർ രത്നകുമാർ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു 20 മെമ്പേഴ്സ് ഒരു അന്വേഷണം സംഘം രൂപീകരിച്ചു. ഈ അന്വേഷണം സംഘമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 IPSHOമാർ, IPSHO വലപട്ടണം ശ്രീ സുമേഷ്, IPSHO ചക്രക്കൽ ശ്രീ ആസാദ്, IPSHO മയിൽ ശ്രീ സഞ്ജയ്, IPSHO കണ്ണൂർ സിറ്റി ശ്രീ സനൽകുമാർ, അതുപോലെ തന്നെ നമ്മുടെ വലപട്ടണം പോലീസ് സ്റ്റേഷനിൻ്റെ SI ശ്രീ വിപിൻ, SI ശ്രീ ഉണ്ണികൃഷ്ണൻ, SI ശ്രീ രാജീവൻ, കണ്ണൂർ ക്രൈം സ്ക്വാഡ്, കണ്ണൂർ സിറ്റി ക്രൈം സ്ക്വാഡ്, അതുപോലെ തന്നെ കണ്ണൂർ റൂറൽ ജില്ലയുടെ സ്ക്വാഡിൻ്റെ 4 പേർ കൂടി ഈ അന്വേഷണം ടീമിൻ്റെ ഭാഗമായിട്ട് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി.